പുതിയ നിയമത്തിൽ അന്യഭാഷ സംസാരം എന്ന് പറയുന്നത് വളരെ അധികമായി നമ്മൾ കാണുന്ന ഒരു വിഷയമല്ല. മനുഷ്യരതിന് വലിയ പ്രാധാന്യം ഈ കാലത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മളൊന്ന് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ പഴയ നിയമത്തിലെ ഇങ്ങനൊരു സംഭവമേ ഇല്ല. പുതിയതിൽ യേശു കർത്താവ് ഇത് സംസാരിച്ചിട്ടില്ല. യേശു കർത്താവിൻ്റെ ശുശ്രൂഷാകാലത്തൊന്നും തൻ്റെ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരാരും ഇത് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇത് സംസാരിച്ച് കാണുന്നത് പെന്തക്കോസ്ത് നാളിലാണ്, സഭയുടെ ആരംഭത്തിലാണ്. അതേ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് രാജൻ സാറ് നമ്മളെ ഇന്ന് ഓർപ്പിച്ചത്. അവിടെ നമ്മൾ തുടങ്ങുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കൊരിന്ത്യ സഭയിലുള്ള ഒരു അന്യഭാഷ സംസാര രീതിയാണ്. നേരത്തെ പറഞ്ഞ സംഭവങ്ങളിലൊന്നും ഇവിടെ നടന്നതൊരു ഭാഷ ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ലോകത്തിൽ നിലവിലുള്ള ഭാഷകളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലോസ എന്നുള്ളൊരു പദം തന്നെയാണ് അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. കൊരിന്ത്യ ലേഖനത്തിനും അതേ പദം തന്നെയാണ് ഉപയോഗിച്ചതെങ്കിലും ചില ആളുകൾ അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ചില പ്രത്യേക ശൈലികളുണ്ട്. അദ്ദേഹത്തിന് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് സൂക്ഷിച്ച് അപഗ്രഥിച്ചിട്ട് അവർ മനസ്സിലാക്കുന്നത് ഇത് മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന ഭാഷാരീതിയല്ല ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയിലെ ഈ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തോ വ്യത്യാസമുണ്ടെന്ന് അവർ അനുമാനിക്കുകയാണ്. ഇങ്ങനെ അനുമാനിക്കാനുള്ള ചില കാരണങ്ങളാണ് ആദ്യമായിട്ട് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മളും അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോകും ഇത് ഒരു ഭാഷയിൽ പറയുന്നതല്ല, ഇതെന്തോ ഒരു വൈകാരികമായ ഒരു നിർവൃതി ഉണ്ടായിട്ട് അവരുടെ വായിൽ നിന്ന് വന്ന ചില പുലമ്പലുകളാണ്. അത് അവ്യക്തമായ ചില വാക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വൈകാരിക നിർവൃതി പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിപ്പോകും. അത് ആ വാക്കുകൾ, ആ വാചകങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് പരിശോധിക്കാം. എന്നിട്ടത് അങ്ങനെ തന്നെയാണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന പെൻറ്റക്കോസ്റ്റൽസ് എന്ന് അറിയപ്പെടുന്ന വിഭാഗങ്ങളിലുള്ളവരെല്ലാം തന്നെ ആ രീതിയിലാണ് കൊരിന്ത്യ സഭയിൽ നടന്ന അന്യഭാഷാ സംസാരത്തെ കാണുന്നത്. അതൊരു വൈകാരിക നിർവൃതി ഉണ്ടായിട്ട് അവരുടെ വായിൽ നിന്ന് വരുന്ന ചില ശബ്ദങ്ങളായിട്ടാണ്. അതൊരു പ്രത്യേക ഭാഷയൊന്നുമല്ല, അത് അവർ ദൈവവുമായി സംസാരിക്കുന്ന ഒരു പ്രത്യേക ഇടപാടാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ അവർ തുനിയുന്നു. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ഇവർ ചിന്തിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഒരു 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ഓർപ്പിക്കുന്നത്. അവിടെ കാണുന്നത് ഗ്ലോസ എന്ന വാക്ക് തന്നെയാണ് ഈ കൊരിന്ത്യ ലേഖനത്തിന് ഉപയോഗിച്ചതെന്നുള്ളത് മറക്കണ്ട. അതാണ് അതിൻ്റെ ബേസ്. പക്ഷേ ആ ഗ്ലോസ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് കാണുന്നത്. അവിടെ പറയുന്നു, സംസാരിക്കുന്നവർ സംസാരിക്കുന്നത് ദൈവത്തോടാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സംസാരിക്കുന്നത് ദൈവത്തോടാണ്, മനുഷ്യരോടല്ല എന്ന ധ്വനി അവിടെ ഉണ്ടല്ലോ. രണ്ടാമത്, സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ അവന് ഒരു പ്രത്യേക ഭാഷ ആയിരിക്കണമെന്നില്ല, ലോകത്തിൽ നിലവിലുള്ള ഭാഷ ആയിരിക്കണമെന്നില്ലെന്നാണ് ഇവർ കരുതുന്നത്. ഇങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉള്ളത് കൊണ്ട് ഇവൻ സംസാരിക്കുന്നത് ആത്മാവിലാണ്, മർമ്മങ്ങളെയാണ് പറയുന്നത്. അത് പറയുന്നത് 2-ാം വാക്യത്തിലാണ്. ഇനി 3-ാമത്തെ പ്രയോഗം, സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, മറ്റുള്ളവർക്കല്ല. അവന് തന്നെയാണ് അവൻ ആത്മീക വർധന വരുത്തുന്നത്. ഇവിടെയെല്ലാം ഇവരിതിൻ്റെ സന്ദർഭം പോലും ശ്രദ്ധിക്കാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്.
ഇത് വ്യാഖ്യാനി ഇല്ലാതെ ഒരുവൻ സംസാരിച്ചാൽ അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, അവൻ മർമ്മങ്ങളൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാക്കുകൾ മാത്രം എടുത്തൊരാൾ നോക്കിയാൽ അയാൾക്ക് തോന്നിപ്പോകും ഇത് ഒരു ഭാഷയുടെ പ്രയോഗമല്ല, ഒരു നിർവൃതി ഉണ്ടായിട്ട് അയാൾ മർമ്മങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണെന്ന് തോന്നിപ്പോകും. ഇത് 4-ാം വാക്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞ കാര്യമുള്ളത്. ഇനി 4-ാമതായിട്ട് സംസാരിക്കുന്നവൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. പൗലോസ് തന്നെക്കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. 14-ാം വാക്യത്തിൽ ഞാൻ ആത്മാവിൽ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ഇത് ഭാഷയല്ലായിരിക്കും, ഇയാളുടെ ബുദ്ധിയൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നൊരു അനുമാനത്തിലേക്ക് വരികയാണ്. അത് 14-ാം വാക്യത്തിലാണ്. ഇനി 5-ാമതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, സംസാരിക്കുന്നത് കേൾവിക്കാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭാഷയല്ല, ഇതൊരു ആത്മീയ നിർവൃതിയാണ് എന്നവർ ധരിക്കുന്നു. അത് 16-ാം വാക്യത്തിലാണ്. ഇനി 6-ാമതായിട്ട് അവരെടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, പുറത്തുനിന്നുള്ളവർ ഇത് കണ്ടാൽ അല്ലെ ഇത് കേട്ടാൽ ഈ സംസാരിക്കുന്നവർക്ക് ഭ്രാന്താണെന്ന് തോന്നും. അത് 23-ാമത്തെ വാക്യത്തിലാണ്. ഇതൊക്കെ നിങ്ങളൊന്നുകൂടി ഒന്ന് വായിച്ച് ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് പ്രത്യേകം നോക്കണം. ഇവിടെയെല്ലാം ഒരാൾ പറയുന്ന കാര്യം വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അത് മറക്കരുത്. അപ്പോൾ 14-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് തന്നെ പ്രവചനവരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഈ പ്രവചനവരം അന്യഭാഷാവരത്തേക്കാൾ കാക്ഷിക്കണം, കാരണം അതിന് വ്യാഖ്യാനിയൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നുള്ളത് മറക്കരുത്. എന്താണ് അവിടെ പറയുന്നത്? ഒരുവൻ വ്യാഖ്യാനി ഇല്ലാതെ സംസാരിച്ചാൽ അവന് തന്നെയാണ് ആത്മീയ വർദ്ധന വരുന്നത്, അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ഭാഷയല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ചില ആളുകൾ അവരുടെ ഈ മുൻവിധിയെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പ്രയോഗങ്ങളെ എടുത്തിട്ട് ഇതൊരു ഭാഷയൊന്നും ആയിരുന്നില്ല, അത് കൊരിന്തിലുണ്ടായിരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭൂതിയായിരുന്നു, ഒരു നിർവൃതി അവർക്കുണ്ടാവുകയാണ്, ആത്മീയമായ ഒരു നിറവിൽ അവർക്ക് വരുന്ന ഒരനുഭവമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. പക്ഷെ നമുക്കൊന്ന് നോക്കാം, ഇതേ സംഗതി, ഇതേ വാക്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്ന്, കാരണം ഇതൊരു പഠനമായിട്ട് തന്നെ ഇതിനെ കാണണം. ഇതേ കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ തന്നെ കേൾവിക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ, ലോകത്തിൽ നിലവിലുള്ള ഒരു ഭാഷ, ഗ്ലോസ, അത് കേൾവിക്കാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല, കാരണം അവർ പഠിച്ചിട്ടില്ല. പക്ഷേ പഠിക്കാത്ത ഈ മനുഷ്യൻ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അതിന് യോജിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് എന്താണ് പറഞ്ഞത്? ഈ സംസാരിക്കുന്നവർ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ലോകത്തിൽ നിലവിലുള്ള ഒരു ഭാഷയിൽ തന്നെ ഒരാൾ അന്യഭാഷ പറയുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കഞ്ഞിക്കുഴിയിൽ വന്നിട്ട് സഭായോഗത്തിന് ഒരു ചൈനക്കാരൻ വന്നിട്ട് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾ ഒന്ന് ഭാവനയെ കാണുക. അത് അവനറിയത്തില്ല ഭാഷ, അവനെ കേൾക്കുന്ന ആർക്കും ഇവിടെ അറിയത്തില്ല, കാരണം വ്യാഖ്യാനിയില്ല. അയാൾ നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ ഒരു ഭാവനയാണ് ഇവിടെ എടുക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ കഞ്ഞിക്കുഴിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അവന് ചൈനീസ് ഭാഷയിലാണ് അവൻ സംസാരിക്കുന്നത്. അവൻ പഠിച്ചിട്ടുള്ള ഭാഷയല്ല, അവനിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഭാഷയാണെന്നിരിക്കട്ടെ. പക്ഷെ അവനും മനസ്സിലാകുന്നില്ല, കേൾവിക്കാർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. എന്താ തെറ്റിരിക്കുന്നതിനകത്ത്? അപ്പോൾ അത് ആത്മീയ നിർവൃതിയിൽ വരുന്ന ഒരു ഉരിയാട്ടമായിട്ട് കാണേണ്ട കാര്യമില്ല. പഠിക്കാത്ത ഒരു ഭാഷ, കേൾവിക്കാർക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു കുറ്റവും ഇല്ല, ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ സംസാരിക്കുന്നത് ദൈവത്തോടാണെന്ന് പൗലോസ് പറയുന്നു. അതിനെന്താ തെറ്റിരിക്കുന്നത്? രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എന്തായിരുന്നു? സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ ഈ ഇൻസിഡന്റ് തന്നെ എടുക്കുക.
ഈ അന്യഭാഷയുള്ള ഒരാൾ അവന് ചൈനീസ് ഭാഷ പഠിച്ചിട്ടില്ല. കഞ്ഞിക്കുഴിയുള്ള വാക്ക് ആർക്കും ചൈനീസ് ഭാഷ വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടാ. ആ വരമുള്ളവർ അന്നേരം അവിടെ ഇല്ല എന്ന് വിചാരിച്ചുകൊള്ളുക. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ അവൻ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളേ ഉള്ളൂ. അവൻ സംസാരിക്കുന്നത് മർമ്മങ്ങളല്ലെന്ന് ആര് പറയുന്നു? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ ഒരുവൻ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കാനായിട്ട് ആരുമില്ലെന്ന് വരികിൽ ഇതേ സംഗതി ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു കുറ്റമില്ല, അതവിടെ യോജിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത്, സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതും ഈ പഠിച്ചിട്ടില്ലാത്തൊരു ഭാഷ അത് അവിടെ ഉള്ള ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും അവർക്ക് ആത്മീയ വർധന ഉണ്ടാവുകയാണ്. അവർക്കല്ല, ഈ വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടാവുകയാണ്. സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുകയാണ്. എങ്ങനെയാണ് അവന് ആത്മീയ വർധന വന്നത്? തന്നെ ദൈവം താൻ പഠിക്കാത്ത ഒരു ഭാഷ പറയാൻ ഉപയോഗിച്ചല്ലോ, താൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആത്മീയ സന്തോഷം അവനുണ്ടാവുകയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇനി നാലാമതായിട്ട്, സംസാരിക്കുന്നവൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതും ചൈനീസ് ഭാഷ പഠിച്ചിട്ടില്ലാത്ത ഒരുത്തൻ വന്ന് കഞ്ഞിക്കുഴിയിൽ ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധി അവിടെ അഫലമാണ്. അവൻ്റെ ബുദ്ധി കൊണ്ടല്ല അവൻ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷയാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ഈ പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ വ്യാഖ്യാനിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ ഗ്ലോസ എന്ന പ്രയോഗത്തിൽ നിലവിൽ ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഭാഷ ആയിക്കൊള്ളട്ടെ അത് സംസാരിക്കുമ്പോഴും ആ പ്രയോഗം ചേരുന്നതാണ്. അതൊരു നിർവൃതിയിലുള്ള ഉരിയാട്ടമായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞത്. ഇനി അഞ്ചാമത്തേതായിട്ട് ഒരു വ്യാഖ്യാനിച്ചത് എന്താണ്? സംസാരിക്കുന്നത് കേൾവിക്കാർക്ക് മനസ്സിലാകുന്നില്ല. 16-ാം വാക്യത്തിലാണ്, 1 കൊരിന്ത്യർ 14:16. കേൾവിക്കാർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ടത് ഉരിയാട്ടമാണെന്നില്ല. നിലവിലുള്ളൊരു ഭാഷ, ചൈനീസ് ഭാഷ കഞ്ഞിക്കുഴിക്കാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ കേൾവിക്കാർക്ക് ആർക്കും മനസ്സിലായില്ല, വ്യാഖ്യാനിക്കാൻ ആളുമില്ല. ഈ മനുഷ്യൻ പറഞ്ഞത് കൃത്യമായ ഭാഷ തന്നെ ആയിരുന്നു, അതുകൊണ്ട് അതും ചേരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ 6-ാമതായിട്ട് കാണുന്നത്, ഒരാൾ വെളിയിൽ നിന്ന് ഉള്ള ഒരാൾ കയറി വന്നാൽ, അവിശ്വാസി കയറി വന്നാൽ, ഇതെന്നതാണ്, ഇവിടെ ഇവർക്ക് ഭ്രാന്തുണ്ടോ? അപ്പോൾ ഒരാളല്ല, പലരും ഇതുപോലെ പല പല ഭാഷകളിൽ സംസാരിക്കുകയാണ്. അത് ലോകത്തെ നിലവിലുള്ള ഭാഷ തന്നെയാണെന്നിരിക്കട്ടെ, ആരും വ്യാഖ്യാനിക്കുന്നില്ലെന്ന് വരികിൽ അത് ഭ്രാന്തായിട്ട് തോന്നും കേൾവിക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു നിർവൃതിയിലുള്ള ഉരിയാട്ടമാണ് എന്നുള്ള ആ തെറ്റിദ്ധാരണയ്ക്ക് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇത് ആദ്യമേ വെറുതെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ഇതൊരു ഭാഷ ആയിരിക്കത്തില്ല, ഇതെന്തോ ഒരു വൈകാരിക പ്രകടനമാണ് എന്ന് തോന്നും. അത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് നിലവിലുള്ള ഭാഷയാണെന്നുള്ള തെളിവെന്താണ്? കൊരിന്തിലെ അന്യഭാഷ എന്ന് പറയുന്നതും ലോകത്തിൽ നിലവിലുള്ള ഭാഷ തന്നെയായിരുന്നു. പല ഭാഷകളിൽ ഏതെങ്കിലും 1, 2, 3 ഒക്കെയാണ് ഒരു സഭയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ കൊരിന്ത് സഭയിൽ സംസാരിച്ചതും ഗ്ലോസ തന്നെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്കുകളിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ലോകത്തിൽ നിലവിലുള്ള ഭാഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്കാണത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ എഴുതിയത് 55, 56 AD വർഷങ്ങളിലാണ്. ആ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി പിന്നീട് 60, 62 വർഷങ്ങളിലാണ് എഴുതിയത്. അപ്പോൾ ആദ്യമേ എഴുതിയത് കൊരിന്ത് ലേഖനമാണ്. ആ കൊരിന്ത് ലേഖനം എഴുതുമ്പോൾ അതിന് നല്ല പരിചയമുണ്ടായിരുന്ന ആളാണ് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസ്. ലൂക്കോസാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഈ ലൂക്കോസ് റോമിലിരുന്ന് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രവൃത്തികളുടെ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ബന്ധവും പരസ്പരം അറിവുമുള്ള സമയമാണ്. ആ സമയത്ത് കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവ്യക്തമായ ചില ഭാഷകൾ, ചില വാക്കുകളൊക്കെയാണ്. അതൊരു നിർവൃതിയിലുള്ള ഉരിയാട്ടമായിരുന്നു. അതൊരു ലോകത്തിലൊന്നുമുള്ള ഭാഷയൊന്നും അല്ല. ചില ദൂതന്മാരുടെ ഭാഷയെന്നൊക്കെ അതിനെപ്പറ്റി പറയാറുണ്ട്. ഇത് വല്ലതും ആയിരുന്നു വരെ ഗ്ലോസ എന്ന് പറയത്തില്ല.
ഇപ്പൊ പൗലോസും ഗ്ലോസ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് 62 വർഷങ്ങളിൽ AD-യിൽ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രചിക്കുമ്പോഴും ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെയുണ്ട്, പൗലോസ് അവിടെയുണ്ട്. ഇത് വേറെ വാക്കാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പൗലോസ് പറയുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്, ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഒരേ കാര്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്ലോസ എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലോകത്തിൽ നിലവിലുള്ള ഭാഷ തന്നെയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഈ അന്യഭാഷകളുടെ ഉപയോഗത്തെക്കുറിച്ച് പൗലോസ് ഈ 14-ാം അധ്യായത്തിൽ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം വെളിവാക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. എന്തിനാണ് അന്യഭാഷ എന്ന് അദ്ദേഹം പറയുന്നത് യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. പുസ്തകമുണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കുക. അത് 1 കൊരിന്ത്യർ 14:21 പറയുന്നത്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. 1 കൊരിന്ത്യർ 14:21. അപ്പം ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള യെശയ്യാ പ്രവചനം 28:11 ബേസ് ചെയ്തുകൊണ്ട് പൗലോസ് എടുത്ത് ഉദ്ധരിക്കുകയാണ് ഇവിടെ. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യഹൂദന്മാർ അവരുടെ വിഗ്രഹാരാധനയും അവരുടെ അനുസരണക്കേടും മത്സരവും എല്ലാം നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അശൂർ രാജാവ് അവരെ കീഴടക്കാൻ പോവുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണിത്. ഇതിൻ്റെ പശ്ചാത്തലം 2 രാജാക്കന്മാർ 17-18 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനുസരണം കെട്ടവരായ യഹൂദന്മാർക്ക് ദൈവം ശിക്ഷ നൽകുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്കൊരു അടയാളം കൊടുക്കുകയാണ് ഇവിടെ. എന്താണ് അടയാളം? അവർ അന്യന്മാരുടെ അധരങ്ങൾ, അന്യഭാഷ, ഇവിടെ ഈ വിക്കി പറയുന്ന അധരം എന്നൊക്കെയാണ് യെശയ്യാവിൽ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വേറൊരു ഫോറിൻ ഭാഷ നമുക്ക് അറിയാൻ മേല, നമ്മളതിനെ മനസ്സിലാകുന്നുമില്ല. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്നെ ഇങ്ങനെ പറയുന്നത്, വിക്കി പറയാം. അതുപോലെ മലയാളത്തെക്കുറിച്ച് വിദേശികളൊക്കെ പറയാറുണ്ട്, ളള എന്നാണ് പറയുന്നത്. കാരണം മലയാളത്തിൽ ഒത്തിരി ഴ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഓരോ ഭാഷയ്ക്കും അത് പഠിക്കാത്ത ഒരാളിനെ സംബന്ധിച്ച് ഇതുപോലെയൊക്കെ തോന്നും കേൾക്കുമ്പം. അപ്പം ഈ അശൂറിലുള്ള ഭാഷ യഹൂദന്മാർക്ക് അറിയത്തില്ല. അവരാ ഭാഷ പറയുന്നവന്മാരുടെ അടുത്ത് പോയി അടിമകളായിട്ട് അവർ പറഞ്ഞ പോലെ ജീവിക്കേണ്ടി വരുമെന്നാണ് ഈ പറഞ്ഞത്. ഇവരെ ഭരിക്കുന്ന അശൂരുകാർ പറയുന്ന ഒന്നും ഇവന്മാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ. നിങ്ങളുടെ അടിമകളായിട്ട് പോകും, എന്നിട്ട് അവർ പറഞ്ഞതിനെ നിങ്ങൾ അനുസരിക്കേണ്ടി വരും. അവരുടെ ഭാഷ ശരിയായ ഭാഷ തന്നെയാണ് അവർക്ക്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിക്കി പറയുന്ന ആദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതെന്നാ ഭാഷയാണ്, ഇതെന്താണ് എന്ന് തോന്നിപ്പോകും. അതൊരു ശിക്ഷയുടെ ഒരു സൂചനയാണ്. ഇതേ സംഗതി ഇവിടെ എന്തിനാണ് ഉദ്ധരിച്ചിരിക്കുന്നത്? ഇവിടെ ഇത് ഉദ്ധരിച്ചിട്ട് 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വീണ്ടും അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കല്ല, വിശ്വാസിക്കാണ്. അപ്പം നോക്കുക, മറ്റൊരു ദേശത്തെ ഭാഷയെ തന്നെയാണ് ഇവിടെ 1 കൊരിന്ത്യർ 14:21 പറയുന്നത്. അവിടെയും ഈ ഗ്ലോസായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 22-ലും അന്യഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലോസായാണ്. ഇപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? ഗ്ലോസ എന്നുള്ള വാക്ക് ലോകത്തിൽ നിലവിലുള്ള ഒരു ഭാഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഒരു വാക്ക് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക രീതി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അത് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒരു തെളിവാണ്. അന്ന് കൊരിന്ത്യ സഭയിൽ സംസാരിച്ചിരുന്ന അന്യഭാഷ വെറും വൈകാരികമായ ജൽപ്പനങ്ങളായിരുന്നില്ല.
ചില വാക്കുകളുടെ ആവർത്തനങ്ങളായിരുന്നില്ല. അവ വ്യക്തമായ ഗ്രാമറും ഒക്കെയുള്ള അത് പഠിച്ചവന് അത് വ്യാഖ്യാനിച്ച് പറയാൻ പറ്റുന്ന ലോകത്ത് നിലവിലുള്ള ഭാഷകൾ തന്നെയായിരുന്നു കൊരിന്തിലും സംസാരിച്ചെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഈ 1 കൊരിന്ത്യർ 14:5 അന്യഭാഷയുടെ സംസാരം സഭയ്ക്ക് ആത്മീയ വർധനയ്ക്കാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഇവിടെ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പം അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് താൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു സന്ദർഭം ഒന്ന് നോക്കിക്കേ. വീട്ടിൽ പോയിട്ട് ഈ 1 കൊരിന്ത്യർ 14 നല്ലവണ്ണം സമയമെടുത്തൊന്ന് വായിക്കണം. അവിടുത്തെ കോണ്ടെക്സ്റ്റ് തന്നെ എന്താണ് പറയുന്നത്? ഈ നിങ്ങൾ വാഞ്ചിക്കേണ്ടത് വിശേഷാൽ പ്രവചനവരമാണ് വാഞ്ചിക്കേണ്ടത്. അപ്പോൾ പൗലോസ് അന്യഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരെക്കാട്ടിലും കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളിലൊക്കെ ശ്രേഷ്ഠമായ ഒരു വരവാണ് ഈ പ്രവചനവരം. അതാണ് നിങ്ങൾ കാംക്ഷിക്കേണ്ടത്. കാരണം എല്ലാവർക്കും മനസ്സിലാവും. അപ്പം സഭയിൽ എന്താണ് ഇത് പ്രയോഗിക്കേണ്ടതിൻ്റെ ഉദ്ദേശം? ആത്മീയവർധന വരണം. സത്യത്തിൽ സഭയിലാണ് ഈ വരങ്ങളുടെ ഉപയോഗം നടക്കുന്നത്. ഈ കൊരിന്ത്യലേഖനത്തിലെ കോണ്ടെക്സ്റ്റ് തന്നെ സഭയിൽ നടക്കുന്ന, അല്ലാതെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പം നമുക്ക് വരുന്ന വരമല്ല. ഇപ്പം അങ്ങനെ ഒരു പ്രയോഗം ഇപ്പം നടത്താറുണ്ട്. അതായത് കൊരിന്ത്യ സഭയിലേത് ശരിക്കും ആത്മീയവർധന മറ്റുള്ളവർക്ക് വരുത്തുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ തനിക്ക് താൻ ആത്മീയവർധന വരുത്തുന്ന ഒരു വാക്കെടുത്തോണ്ടിട്ട് വീട്ടിൽ പോയിരുന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാൾക്കിതുപോലെയുള്ള ഒരു വല്ലതൊക്കെ പറയണം എന്നുള്ള ഭാഷ വരമാണെന്ന് അവർ പറയുന്ന സംഭവം ഉണ്ടായാൽ അതിനെ ഒരു വലിയ ദൈവവുമായുള്ള ഒരു സംഭാഷണമായിട്ടും അതിന് ദൈവം കൊടുത്തൊരു പ്രത്യേക കഴിവായിട്ടും ഒക്കെ അതിനെ അങ്ങ് രൂപപ്പെടുത്തി എടുക്കുകയാണ്. പക്ഷെ കൊരിന്ത്യലേഖനത്തിൽ അതല്ല പറയുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ലോകത്ത് നിലവിലുള്ള ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നെങ്കിൽ നീ അത് വന്ന് ഇവിടെ പ്രയോഗിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാനായിട്ട് ആളിൽ നിന്ന് വരികിൽ നീ ഉണ്ടായിരിക്കണം. വ്യാഖ്യാനിക്കാനുള്ള വരം നിനക്ക് കിട്ടിയിട്ടിരുന്ന വരെ നീ അതിന് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇഷ്ടം തരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന് പറഞ്ഞത് നെഗറ്റീവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കമ്പാരിസൺ സഭയിൽ എന്താണ് നടക്കേണ്ടതെന്നുള്ളതാണ്. സഭയിൽ നടക്കേണ്ടത് ആത്മീയ വർധന എല്ലാവർക്കും വരണം. അപ്പം നിനക്ക് ദൈവം ഒരു വരം തന്നെങ്കിൽ നിനക്ക് തന്നെ ആത്മീയ വർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. നീ അത് സഭയിൽ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഒരു ചൈനീസ് ഭാഷ സംസാരിക്കാനുള്ള വരം കിട്ടി. പക്ഷേ നിനക്കൊരു വ്യാഖ്യാനപരമില്ല, വേറെ ചൈനീസ് ഭാഷ വ്യാഖ്യാനിക്കാനുള്ള ആളും വന്നിട്ടില്ലെങ്കിൽ നീ മിണ്ടായിരിക്കണം. നീ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം നിനക്ക് കിട്ടിയ ഒരു വരമാണത്. നീ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വേറെ ആർക്കും ആത്മീയ വർധന വരുന്നില്ല, നിനക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യാണ്ടല്ല പറയുന്നത്. ഏതാണ് മെച്ചം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. പ്രവചനപരമാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് വാഞ്ചിക്ക്. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാതെ ഇതിനെ ഓരോന്നിനെ പെറുക്കിയെടുത്തുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇത് ദൈവത്തോടെ സംസാരിക്കുന്നത്. അത് മറ്റാർക്കും മനസ്സിലാകത്തില്ല, ഈ പറയുന്നവനും മനസ്സിലാകത്തില്ല. തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുവാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഇതല്ല അവിടെ പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസിൻ്റെ ഉദ്ദേശം ഈ അന്യഭാഷാ വരത്തേക്കാൾ സഭയിൽ ആഗ്രഹിക്കേണ്ടത് പ്രവചനവരം തന്നെയാണ്. അത് വ്യാഖ്യാനമില്ല. അതാണ് 10,000 വാക്ക് സഭയിൽ അന്യഭാഷയിൽ പറഞ്ഞതിനേക്കാൾ ഞാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഒക്കെ പറയുന്നത്. ഇങ്ങനെ ആ 14-ാം അധ്യായത്തെ സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ച് പഠിച്ചാൽ ഈ അന്യഭാഷാ വരത്തേക്കാൾ ശ്രേഷ്ഠമാണ് പ്രവചനപരമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പോയിന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് ഈ വ്യാഖ്യാനിക്കെങ്കിൽ മാത്രമല്ലേ എല്ലാവർക്കും ഇതിൻ്റെ ആത്മീയവർധന വരികയുള്ളൂ. അപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു ഭാഷയിൽ തന്നെയാണ് കൊരിന്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടായിരുന്നുകൊള്ളുക, നീയും ദൈവവുമായി സംസാരിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ അന്യഭാഷാവരത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു.
ആ ഉദ്ദേശ്യം നിറവേറിയെങ്കിൽ പിന്നെ ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അന്യഭാഷാ വരം നൽകിയതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. എല്ലാ വരങ്ങളും നൽകിയത് സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാക്കാനായിട്ടാണ്, വചനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരങ്ങളെല്ലാം നൽകിയത്. പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇതെല്ലാം വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ നൽകിയതെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം എടുക്കുക. അതിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മർക്കോസ് രേഖപ്പെടുത്തിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 5 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ആദിമ സഭയിൽ വിശ്വാസത്താൽ ഈ വരങ്ങളൊക്കെ ലഭിച്ച ആൾക്കാരാൽ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഈ എന്തെങ്കിലും കുടിച്ചാൽ അവർക്ക് ഹാനി വരില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ആ കാലത്ത് നടക്കാതിരുന്നു, അല്ലെ രേഖപ്പെടുത്താതിരുന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നടന്നതായിട്ടൊക്കെ ചരിത്രത്തിൽ, സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 18-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വരങ്ങളെല്ലാം വിശ്വസിക്കുന്നവരാൽ നടന്ന കാര്യങ്ങളിൽ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അപ്പോൾ ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയാണെന്ന് കരുതിക്കൊള്ളണം. അവർ പുറപ്പെടുകയാണ്, എന്നിട്ട് വചനം പറയുക. പക്ഷെ അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ വേറൊന്നും ഇല്ല. അതിനവരെന്ത് ചെയ്തു? ദൈവം പ്രവർത്തിച്ചു. അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇതൊരു കണ്ടിന്യൂസ് ടെൻസാണ്, ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. മർക്കോസിന് സുവിശേഷമാണ് ആദ്യമായിട്ട് സുവിശേഷങ്ങൾ എഴുതുന്നത്. അദ്ദേഹം ഇത് രേഖപ്പെടുത്തുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ഉറപ്പിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നമ്മൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തുവാൻ ഉറപ്പിച്ച് കഴിഞ്ഞതിനെ പറ്റിയും ബൈബിൾ പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ പരിശോധിക്കണം. മർക്കോസ് സുവിശേഷം എഴുതുന്ന കാലത്ത് ഉറപ്പിച്ചു പോന്നു, നടന്നുകൊണ്ടിരുന്നു, അതായത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാൽ എബ്രായ ലേഖനമായപ്പോഴേക്കും എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം, താൻ വചനം ജഡമായി വന്ന ആളാണ്, വചനം പ്രഘോഷിച്ചു. യേശു പറഞ്ഞു തുടങ്ങി താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും. ഇപ്പം എങ്ങനെയാണ് ദൈവം അതിനെ ഉറപ്പിച്ചതെന്നാണ് പറയുന്നത്? അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും. അപ്പം ആത്മവരങ്ങളൊക്കെ ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടില്ല. ആത്മാവ് ദാനിച്ചിക്കും പോലെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും, ഇത് നോക്കുക, തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. ഇപ്പം പരിശുദ്ധാത്മാവ് നൽകി വരങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്ന് എബ്രായലേഖനം പറയുന്നു, കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരുന്നു അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. ദൈവം അവിടെ കൂടെ പ്രവർത്തിച്ചു. ഈ പരിശുദ്ധാത്മാവിനാൽ കിട്ടിയ വരങ്ങളെല്ലാം അവരുപയോഗിച്ചു. അപ്പോസ്തലന്മാർക്ക് ഈ വരങ്ങൾ ആത്മസ്ഥാനത്തിൽ കിട്ടി. അപ്പോസ്തലന്മാർ കൈവച്ച ആളുകൾക്ക്
അതിൻ്റെ വരങ്ങൾ അവർ ആത്മാവിച്ഛിക്കും പോലെ പകുത്തു കൊടുത്തു. അപ്പം ആ കാലഘട്ടത്തിൽ ഇത് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ എബ്രായ കാലമായപ്പോഴേക്ക് അടുത്ത ജനറേഷൻ വന്നു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പോൾ ഉറപ്പിച്ച സംഗതി ആളുകൾ കേട്ടു. ആ കേട്ട ആൾക്കാർ വന്ന് മറ്റുള്ളവർക്ക് ഉറപ്പിച്ച് കൊടുക്കുക. വീണ്ടും വീണ്ടും അത്ഭുതം ചെയ്യല്ല. ഒരിക്കൽ ഉറപ്പിക്കപ്പെട്ട ഈ കാര്യം മറ്റുള്ളവർക്ക് അവരുടെ സാക്ഷ്യത്തിലൂടെ, വിറ്റ്നസ്സിലൂടെ, ടെസ്റ്റിമണിയിലൂടെ അവർ ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ഉദ്ദേശം ആത്മീയ വർധന ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആത്മീയ വർധനയ്ക്ക് വചനം വേണം. ആ വചനം എങ്ങനെ കിട്ടും? വചനം കിട്ടുന്നത് ജ്ഞാനത്തിൽ കൂടെ കിട്ടും, പ്രവചനത്തിൽ കൂടെ കിട്ടും, അന്യഭാഷയിലൂടെ കിട്ടും. ഈ കിട്ടുന്ന കാര്യങ്ങളാണ് മറ്റ് ചില അത്ഭുത വീര്യപ്രവൃത്തികളെല്ലാം കൊണ്ട് സ്ഥാപിക്കുന്നത്. അപ്പം കിട്ടാൻ കുറേ കാര്യങ്ങളുണ്ട്. ആ കിട്ടിയ കാര്യങ്ങൾ തെളിയിക്കാനായിട്ടോ അല്ലെങ്കിൽ സ്ഥാപിക്കാനായിട്ടോ അടയാളങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പം ആത്മീയ വർധന സഭയിൽ നൽകുന്നതിന് ഈ വരങ്ങൾ അത്യാവശ്യമായിരുന്നു. അന്യഭാഷ അത്യാവശ്യമായിരുന്നു. അവിശ്വാസിക്ക് അടയാളമായിട്ട് അതും വേണം. അപ്പം സഭയ്ക്ക് ആത്മീയ വർധന നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത് നൽകിയത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14:5 അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിൽ ആത്മീയ വർധനയ്ക്ക് ഉതകുന്നു എന്ന് പൗലോസ് പറഞ്ഞു. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അവന് തന്നെ ആത്മീയ വർധന വരുത്തുക. കാരണം ദൈവം അവനെ ഉപയോഗിച്ചല്ലോ. ഏതാണ്ടൊരു ഭാഷ പറയാൻ എന്നെ ദൈവം ഉപയോഗിച്ചല്ലോ. ആർക്കും മനസ്സിലാകുന്നില്ല, പക്ഷെ അവനൊരു സന്തോഷം, ദൈവം അവനെ ഉപയോഗിച്ചത്. തനിക്ക് താൻ ആത്മീയ വർധന, വേറെ ആർക്കും ആത്മീയ വർധനയില്ല. അവിടെയും അദ്ദേഹം പറയുന്നു പ്രവചനവരം വാഞ്ചിക്കണം, അതാണ് എല്ലാവർക്കും ആത്മീയ വർധന വരുന്നത്, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്ന് പറയാനുള്ള കാരണവും അതാണ്. ഇന്ന് ഈ ആത്മീയ വർധന വരുത്തുവാനായിട്ട് നമുക്കിതുപോലെ അംശമായിട്ടൊന്നും കിട്ടേണ്ട കാര്യമില്ല. ഇന്ന് പ്രത്യേകമായൊരു ജ്ഞാനം കിട്ടിയിട്ട് നേരിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇടപാടും ഇല്ല. അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്, അത് അവരുടെ സ്വന്തം ഓരോ ആശയങ്ങളൊക്കെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൃത്യമായി ദൈവം വചനത്തിൽ നൽകി കഴിഞ്ഞു. ഇന്നിപ്പോൾ പലരും നേരിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിങ്കിൽ നിന്നാണെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ആത്മീയ വർധന ഇന്ന് സഭയ്ക്ക് വരണമെങ്കിൽ എഴുതപ്പെട്ട വചനമാണ് ഉപയോഗിക്കേണ്ടത്. ആ വചനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരിക്കൽ തെളിയിക്കപ്പെട്ട ഈ കാര്യം പിന്നെ തെളിയിക്കപ്പെടേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയൊക്കെ ഒരു കേസിൽ ഒരു വിധി കൽപ്പിച്ചാൽ, ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോടതി. ഒരു കാര്യത്തിലൊരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി ഉണ്ടായെന്നാൽ ബാക്കി കോടതികൾ പിന്നെ അതിനെ റെഫർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതിനെപ്പറ്റി ഒരു വിസ്താരവും വേണ്ട, അതിനെപ്പറ്റി പഠനം വേണ്ട, വാദം വേണ്ട, ഒന്നും വേണ്ട. ഒരിക്കൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സുപ്രീം കോടതിയുടെ ഒരു വിധി പിന്നീട് അത് റെഫറൻസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മളിന്ന് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം അത് തെളിയിക്കപ്പെട്ട് എഴുതപ്പെട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അത്ഭുതവും അടയാളവും വീരപ്രവൃത്തിയും ചെയ്തിട്ട് അതിനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അതിനെ വിശ്വസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് ഇന്ന് പ്രാധാന്യം ആരും കൊടുക്കാത്തത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കാനായിട്ട് മടിയുള്ളവൻ അടയാളം കാണണം. അത് യഹൂദൻ്റെ ഒരു സ്വഭാവമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന് അടയാളമായിട്ടും കൂടിയാണ് ഈ സംഭവം നടന്നതെന്നും നമുക്കറിയാം. ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലുള്ള 3 സംഭവങ്ങളിലും യഹൂദൻ അടയാളമായിട്ട് തന്നെയാണ് ഇത് കൊടുത്തത്. പെന്തക്കോസ്ത് നാളിൽ യഹൂദൻ അടയാളമായിട്ട്, അവിടെ കൂടിയ 3000 പേര് സ്നാനപ്പെട്ടവരെല്ലാം യഹൂദന്മാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ, അവിടെയും കൊർന്നേലിയോസിന് അടയാളമായിട്ടല്ല, അവിടെ വന്ന ഈ ജാതികളെ അകത്ത് കയറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന യഹൂദൻ അടയാളമായിട്ടാണ് അവിടെയും കൊടുത്തത്. ഇനി എഫെസോസിൽ 12 ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാരല്ലേ? യോഹന്നാൻ ശിഷ്യന്മാരായിരുന്നു, യഹൂദന്മാരായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം യഹൂദന് എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അവനെ അടയാളം കാണണം. അതിന് അന്യഭാഷ ഒരു മെയിനായിട്ടുള്ള സംഭവമായിരുന്നു യഹൂദനെ വിശ്വസിപ്പിക്കാൻ. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ നിന്നും കണ്ടല്ലോ. ഇവരെ വിശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഈ മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ട് അവരെ അടിമകളാക്കി വിട്ടു. വിക്കി പറഞ്ഞ അതരങ്ങൾ കൊണ്ടൊക്കെ അവരോട് സംസാരിച്ചു. അങ്ങനെ അവരെ ആ അടയാളമാണത്. ഇവിടെയും ഈ അന്യഭാഷാ വരത്തിൻ്റെ ഉദ്ദേശം മറ്റെല്ലാ വരങ്ങളുടേതും പോലെ തന്നെ ആത്മീയ വർധന വരുത്തുക, അടയാളമായിട്ട് കാണുക
എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി ഈ അന്യഭാഷാ വരം ഇന്ന് ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കണോ വേണ്ടേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സത്യത്തിൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു പ്രത്യേക ഉണർവിൻ്റെ രീതികൾ അവലംബിക്കുന്നവർ, അതിനെ പൊതുവെ പറയുകയാണെങ്കിൽ പെന്റക്കോസ്റ്റലിസം എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു വൈകാരികത ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്നും. കാരണം ഇത് പെട്ടെന്നൊരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. ഒരു പ്രവചനം പറഞ്ഞിട്ട് നടന്നില്ലെന്ന് വരില്ല, അത് പ്രശ്നമാണ്. കാരണം അയാൾ ദൈവാത്മാവിലല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. ഈ സംഗതി അങ്ങനെ വരില്ല. ഓരോരുത്തർക്കും ഈ അവനവന് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ പ്രയോഗിക്കാനായിട്ടുള്ള സാധ്യത അല്ലെ എളുപ്പം ഇതിന് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാർ, നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാകുന്നത്? ഇതിന്ന് വേണോ വേണ്ടയോ, ഇന്ന് ഇത് ദൈവം നൽകുന്നുണ്ടോ ഇല്ലയോ, ഇതിനാവശ്യമുണ്ടോ ഇല്ലയോ, ഈ കാര്യം നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. അതിന് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഭാഷാവരമോ അത് നിന്നുപോകും. അവിടെ വരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. 9 വരങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ, ആത്മവരങ്ങൾ എന്നുള്ള ക്ലാസ്സിൽ 9 വരങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചായിരുന്നു. അതിൽ ഇവിടെ ഈ പറയുന്ന ഭാഷാവരം, പ്രവചനവരം, ജ്ഞാനവരം, ഈ 3 കാര്യങ്ങളും ഈ 3 ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ്. എന്ന് പറഞ്ഞാൽ വചനം കിട്ടാനുള്ള, ദൈവത്തെങ്കിൽ നിന്നും അറിവ്, മർമ്മങ്ങൾ നേരിട്ട് കിട്ടാനുള്ള വഴികളായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ. അവ 2 നീങ്ങിപ്പോകുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ട് അങ്ങനെ ഇല്ലാതാവും. ഭാഷാവരത്തെ പറ്റി പറയുമ്പോൾ അത് ഠപയെന്നങ്ങ് നിന്നു പോകുന്ന പറയുന്നു. അപ്പം അവിടെയും 2 കുറച്ച് നാളുകൂടെയൊക്കെ കാണും. പക്ഷേ ഈ ഒരെണ്ണം ഭാഷാവരം എന്ന് പറയുമ്പോൾ ഭാഷാവരം അത് നിന്നു പോകും എന്ന് പറഞ്ഞു. 2 ഗ്രാജുവലായിട്ടാണ്, മറ്റത് സഡനായിട്ട് ഉണ്ടാകുന്നു. പക്ഷെ എപ്പോഴാണ് നിന്നു പോകുന്നുള്ളതാണ് തർക്ക വിഷയമായിരിക്കുന്നത്. ഇന്നും അന്യഭാഷയും പ്രവചനങ്ങളും ആത്മവരങ്ങളും ഒക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന സഭകളുണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, അവരങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാർ അതിന് പറയുന്ന കാരണം പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായതെന്ന് പറയുന്നത് കർത്താവിൻ്റെ 2-ാം വരവായതുകൊണ്ട് അന്നേ പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് അതുവരെ ഈ ഭൂമിയിൽ ഈ പറഞ്ഞ വരങ്ങളെല്ലാം കാണണമെന്നാണ് ന്യായമായിട്ടും അവർക്ക് തോന്നുന്നത്. എന്നാൽ നമ്മൾ ആ വേദഭാഗം കുറച്ചും കൂടി ഒന്ന് ആഴത്തിലൊന്ന് പഠിച്ചാൽ, നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. പൂർണ്ണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ വരവിനെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ അല്ല. തീർച്ചയായിട്ടും യേശു പൂർണ്ണനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പം എന്തിനെക്കുറിച്ചാണ്? എല്ലാ സന്ദർഭത്തിൽ വേണം മനസ്സിലാക്കാൻ. ചുമ്മാ നമുക്ക് കുറേ കാര്യങ്ങൾ സ്ഥാപിക്കണം എന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് അടർത്തി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കരുത്. ഇവിടുത്തെ സന്ദർഭം പറയുന്നത് എന്തിൻ്റെ പൂർണ്ണതയാണ്? അറിവിൻ്റെ പൂർണ്ണത പോലുമല്ല, അറിവിൻ്റെ മാർഗത്തിൻ്റെ പൂർണ്ണതയാണ്. അംശമായി മാത്രം അറിയാനുള്ളൊരു മാർഗമായിരുന്നു ജ്ഞാനവരം. അംശമായി മാത്രം വിവരങ്ങൾ മുൻകൂട്ടി പറയാനായിട്ടോ അല്ലെ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാനായിട്ടുള്ള ഒരു മാർഗമായിരുന്നു പ്രവചനവരം. അംശമായി മാത്രം ചില അരുളപ്പാടുകൾ സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ജാതികൾക്ക് അവിശ്വാസിക്ക് അടയാളമായിട്ടും ഒക്കെ ആയിരുന്നു ഈ അന്യഭാഷാവരം. ഈ 3 കാര്യങ്ങളും ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്, അരുളപ്പാട് മനുഷ്യന് കിട്ടാൻ വേണ്ടി ദൈവം വെച്ചിരുന്ന മാർഗങ്ങളാണ്. പക്ഷെ മാർഗം അംശമാണ്. ആ അംശമായ മാർഗം പോയിട്ട് പൂർണ്ണമായൊരു മാർഗം വരും, അന്നതില്ല. ഈ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് 14-ാം അധ്യായം. ആ 14-ാം അധ്യായത്തിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട് അന്യഭാഷയിൽ പറഞ്ഞ് വിലക്കരുത്. അപ്പം ചിലർ പറയും നിങ്ങൾ ഈ പൂർണ്ണമായതൊക്കെ പറയുന്നത്
13-ാം അധ്യായത്തിലല്ലേ. 14-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നു വിലക്കരുത്. അവരതിനെ ആ സീക്വൻസിലാണ് കാണുന്നത്. വിലക്കരുതെന്ന് പറഞ്ഞത് നിലവിൽ ഈ സംഭവം ഉള്ള കാലത്തെക്കുറിച്ചാണ് നീ പറയുന്നത്. എന്നാൽ ഒരു സമയം വരുന്നുണ്ട്, പൂർണ്ണമായ വചനം മനുഷ്യർക്ക് ലഭ്യമായി കഴിയുമ്പോൾ പിന്നീട് അംശമായ മാർഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് വേണ്ടേ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്. അതാണ് ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. പൂർണ്ണമായതെന്ന് പറയുന്നത് കർത്താവിൻ്റെ 2ാം വരവാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇവർ ഈ പറയുന്നത് പോലെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നെങ്കിൽ പൗലോസിന് വലിയൊരു വൈരുദ്ധ്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങൾ, അതായത് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ജ്ഞാനം ഇങ്ങോട്ട് ലഭിക്കാനായിട്ട് അംശമായി നൽകിയിരുന്ന 3 മാർഗങ്ങൾ നിന്നുപോകും. എപ്പോൾ? പൂർണ്ണമായ മാർഗം വരുമ്പോൾ. അത് നിന്നു പോയാലും നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ പിന്നെയുണ്ടെന്നാണ് പറയുന്നത്. അതാ 13-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നുണ്ട്. 13-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവ വലുതോ സ്നേഹം തന്നെ. അപ്പം സ്നേഹമാണ് എല്ലാറ്റിലും വലിയ സംഭവം. അതാണ് ഈ വക വരങ്ങളെല്ലാം തുളുമ്പുന്ന കൊരിന്ത് സഭയിൽ ഇല്ലായിരുന്നത്. ഈ വരങ്ങളുടെ എല്ലാം ദുർവിനിയോഗത്തെ പറ്റിയാണ് അവിടെ സംസാരിച്ചത്. ഈ വരങ്ങളുടെ സ്വഭാവത്തെ പറ്റിയല്ല ഈ പറയുന്ന 14-ാം അധ്യായത്തിൽ സംസാരിച്ചത്. അതിനെ എങ്ങനെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്തു, എങ്ങനെ അതിനെ കറക്റ്റാക്കണം, ഇതാണ് പൗലോസ് പറഞ്ഞത്. അതിന് പകരം അവിടെ ചില വാക്യങ്ങളെ അടർത്തിയെടുത്തിട്ട് തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം താൻ തന്നെ വലുതൊക്കെ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് തനിക്കൊരു ആത്മീയ വർധനയായി, ദൈവവുമായി സംസാരിച്ചു, തനിക്കെന്തോ ഒരു സുഖം തോന്നി. ഇതൊക്കെ വൈകാരികമായ ഓരോ രീതികളാണ്. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നത് വൈകാരികമായിട്ടല്ല, ദൈവം നൽകിയ നല്ല ബുദ്ധിയോടുകൂടി അതിനെ അവനവൻ്റെ ഭാഷയിൽ. ഇന്ന് ലോകത്തെമ്പാടും എല്ലാ ഭാഷയുടെയും ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വക വരങ്ങൾ ഇന്നും ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും പാടുപെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന മനുഷ്യന്മാർ? ഒരാവശ്യവും ഇല്ല. അത് ദൈവം അതാത് സ്ഥലത്ത് ഒരാളും കൊണ്ടൊരു മിഷണറി പോയെന്നാൽ അവൻ്റെ വായിൽ അവിടുത്തെ ഭാഷ വന്നോളും. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വചനത്തെ കൂട്ടി വളയ്ക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിൽ സന്ദർഭത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ വാക്യത്തിൻ്റെയും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ വിലക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് 14-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. 13-ാം അധ്യായം കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും അന്ന് പൂർണ്ണമായത് വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. വരുന്നത് വരെ ആരും വിലക്കരുത്, എല്ലാം ചന്തമായിട്ടും ഉചിതമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞാൽ 3-4 പേരെന്നുകൊണ്ടിട്ട് അന്യഭാഷ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരായിട്ട് വേണം പറയാൻ. ഇനി വ്യാഖ്യാനം ഇല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരുന്നോണം. താനും ദൈവം മിണ്ടാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഷ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ താനും ദൈവവുമായി സംസാരിച്ചോണം. അത് ചുമ്മാ വൈകാരിക കൽപ്പന അല്ല, അത് ഭാഷ തന്നെയാണ്. അത് വേറെ ആർക്കും മനസ്സിലാകുന്നുള്ളതേ ഉള്ളൂ. കാരണം ആ ഭാഷ പഠിച്ചവരാരും അവിടെ ഇല്ല, വ്യാഖ്യാനിയില്ല. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത്, ഇത് പൂർണ്ണമായത് എന്താണ്? പൂർണ്ണമായത് അറിവിൻ്റെ മാർഗമാണ്. ദൈവത്തെക്കുറിച്ചോ രക്ഷിക്കപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചോ, ഇവിടെ എങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചോ, നിത്യജീവനെക്കുറിച്ചോ, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ പൂർണ്ണമായും ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ബൈബിളിൽ പൂർണ്ണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനോട് ആരും കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. പുതിയൊരു വെളിപ്പാടുണ്ടായിട്ട് ആരും ചേർക്കാനായിട്ട് പാടില്ല. കാരണം ആ വെളിപ്പാട് ആരാ കൊടുക്കുന്നതെന്നോട് സംശയിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒരുവൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ ഒരു പാപി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലായി അവൻ രക്ഷിക്കപ്പെട്ടവനായി അവനെ നിത്യതയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും, ഇനി വേറെ അഡീഷണലായിട്ടൊന്നും വേണ്ട. ആ അറിവിൻ്റെ മാർഗം, എല്ലാവരും അറിവ് കിട്ടിയെന്നതിന് അർത്ഥം വരുന്നില്ല കേട്ടോ. ഓരോരുത്തരും അറിവുണ്ടാകുന്നത് വരെ ഈ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാനും അനുവാദമില്ല. അറിവ് മനുഷ്യർക്ക് ലഭിക്കുന്നതിന് ദൈവം കൊടുത്തിരുന്ന മാർഗം അത് പൂർണ്ണമായി കൈ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 2-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും
കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ അത് നമുക്ക് കിട്ടി, ഉറപ്പിച്ച് കിട്ടി. ഇനി പിന്നെയും ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഇനി പൗലോസ് ഇവിടെ യേശുവിൻ്റെ വരവാണ് പൂർണ്ണമായതെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യമുണ്ട്. പൗലോസ് പറഞ്ഞ് തെറ്റിപ്പോവും. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയാമോ? പൗലോസ് അവിടെ പറഞ്ഞത് 3 കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് 13-ാം അധ്യായത്തിൽ. 1 കൊരിന്ത്യർ 13 ജ്ഞാനം, പ്രവചനം, അന്യഭാഷ. ഇത് അംശമായ അറിവിൻ്റെ മാർഗമാണ്. അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അവൾ ഇത് എഴുതുന്നത്. അദ്ദേഹം പറയുകയാണ് ഇനിയൊരു സമയം വരുന്നുണ്ട് പൂർണ്ണമായത് വരുമ്പോൾ നിന്നു പോകും ഇത്. പക്ഷേ വീണ്ടും 3 കാര്യങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കും. അതായത് പൂർണ്ണമായത് വന്നാലും 3 കാര്യങ്ങൾ പിന്നെയും സഭയിൽ തുടരും. എന്തൊക്കെയാണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യം എടുക്കുക. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് ശേഷം വിശ്വാസം എന്നുള്ള സംഭവം ഉണ്ടോ? വിശ്വാസത്തിൻ്റെ നിവൃത്തിയാണ് ഉള്ളത്, വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ വ്യാഖ്യാനം എന്താ? ഒരാളിനെ ചുമ്മാ നമ്മളങ്ങ് വിശ്വസിക്കുക എന്നുള്ളതല്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ബൈബിളിൻ്റെ വ്യാഖ്യാനം. നിർവചനം, വ്യാഖ്യാനമല്ല, നിർവചനം. അങ്ങനെയെങ്കിൽ യേശു വന്ന ശേഷം വിശ്വാസം എന്നുള്ള ബൈബിള് പറഞ്ഞ സംഗതി ഉണ്ടായിരിക്കുമോ? ഇല്ലെന്നാണ് ഇന്ന് മറുപടി. ഇനി അതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയറാണ് പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കും. അപ്പോൾ യേശുവിൻ്റെ 2-ാം വരവാണ് പൂർണ്ണമായതെങ്കിൽ പൗലോസ് പറയുകയാണ് യേശു വീണ്ടും വന്ന ശേഷവും പ്രത്യാശയും തുടർന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ ശരിയാവും? പൗലോസ് അത്ര മണ്ടനാണോ? അങ്ങനെയുള്ള അബദ്ധമൊന്നും പൗലോസ് പറയത്തില്ല. എന്താണ് പ്രത്യാശ? യേശു വരും വരും വരും, അതല്ലേ പ്രത്യാശ. അത് യേശു വന്ന ശേഷവും പൂർണ്ണമായത് വന്ന ശേഷവും നിലനിൽക്കുകയാണ് എന്ന് ഈ ആളുകൾ വ്യാഖ്യാനിച്ചാൽ പൗലോസിന് തെറ്റിപ്പോയും തന്നെ പറയണം. പൗലോസ് അങ്ങനെ പറയത്തില്ല, ഇവരങ്ങനെ പറയുന്നു. അതുകൊണ്ട് എന്താണ് ശരിയായ വ്യാഖ്യാനം? പൂർണ്ണമായെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ രക്ഷയ്ക്കും അവൻ്റെ ജീവനത്തിനും അവൻ്റെ വിശുദ്ധ ജീവിതത്തിനും അവൻ്റെ നിത്യതയ്ക്കും എല്ലാം ആവശ്യമായ ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ അംശമായി നീങ്ങിപ്പോയി. അപ്പോൾ ഈ ഭാഷാവരം നിന്നുപോയി എന്ന് വചനം പറഞ്ഞിരിക്കുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുടർന്നും ഞാൻ വേഗം പോവുകയാണ്, കാരണം നമുക്കിതിനെ ഇന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ വരം എന്തിനു വേണ്ടി നൽകിയോ അതിന് ആവശ്യം കഴിഞ്ഞു. പിന്നെ രണ്ടാമത്, ഈ വരം നൽകാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല, അപ്പോസ്തലന്മാരിവിടെ ഇല്ല. നമ്മൾ കണ്ടല്ലോ, പെന്തക്കോസ്ത് നാളിലെ അപ്പോസ്തലന്മാർക്ക് ഈ ആത്മസ്നാനത്തിലൂടെ ഈ വരങ്ങൾ ലഭിച്ചു. അവർ കൈവപ്പ് നൽകുന്നവർക്കാണ് പിന്നീട് ഈ ആത്മവരങ്ങൾ പകർത്തു കൊടുത്തത്, ആത്മാവിൻ്റെ ഇഷ്ടം പോലെ. അവരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞതാണ്. ഈ ശമരിയയിൽ ഫിലിപ്പോസ് ഈ വരം കൈവപ്പിലൂടെ ലഭിച്ച ആളാണ്. അദ്ദേഹത്തിന് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ അനേകർ സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന് കൈമാറി കൊടുക്കാനായിട്ടുള്ള കഴിവില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു. അതിന് പത്രോസും യോഹന്നാനും വരേണ്ടി വന്നു യെരൂശലേമിൽ നിന്ന്. അങ്ങനെ ശമരിയയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ആത്മവരങ്ങൾ പകുത്തു കൊടുത്തത് അപ്പോസ്തലന്മാർ വന്ന് കൈവച്ചിട്ടാണ്. അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ കൈവപ്പ് നൽകാനുള്ള അപ്പോസ്തലന്മാരിന്ന് ഭൂമുഖത്തില്ല. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട ഒരുത്തനുമില്ല അപ്പോസ്തലനാകാനുള്ള യോഗ്യത എന്ന്. ഇന്ന് പലരും അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്നുണ്ട് സഹോദരങ്ങളെ. അവരൊക്കെ വേണമെങ്കിൽ സഭയുടെ അപ്പോസ്തലന്മാരെന്ന് പറയാം, സഭയെ അയച്ച ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ ഈ കഴിവുള്ള ഒരുത്തനും ഇന്ന് ഭൂമുഖത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ വരം ലഭിക്കുന്നതിനുള്ള മാർഗമില്ല. പിന്നെ അന്യഭാഷയിലുള്ള വരം ശൈശവാവസ്ഥയിൽ നൽകപ്പെട്ട ഒരു വരമാണ്. പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 13 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോൾ ചിന്തിച്ചു, നിരൂപിച്ചു, ശിശുവിനെപ്പോൾ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനോട് തേജിച്ചു കളഞ്ഞു. സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്.
ഞാൻ ഇന്ന് 73 വയസ്സായി. 73 വയസ്സായി ഞാനൊരു നിക്കർ ഇട്ടുകൊണ്ടിട്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നമ്മളെ നിക്കർ ഇട്ട് നടന്നാൽ എന്തൊരു വൃത്തികേടായിരിക്കും. ഇപ്പം നിക്കർ ഇടുന്നവരുണ്ട്, ബർമുഡയൊക്കെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ചേരാത്ത എൻ്റെ 5ാമത്തെ വയസ്സിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഉടുപ്പിട്ടുകൊണ്ട് ഞാൻ ഈ 70ാമത്തെ വയസ്സിലോ ഞാൻ ഇപ്പം നടന്നാൽ അതെന്തൊരു വൃത്തികേടാണ്. അപ്പം ഇന്നും സഭയുടെ ശൈശവാവസ്ഥയിലുള്ള അനുഭവങ്ങളാണ് വേണ്ടത് എന്ന് ആരെങ്കിലും ശഠിച്ചാൽ അത് വെറും ബാലിശമാണ്. അത് പൗലോസ് 1 കൊരിന്ത്യർ 13 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പം ഇതൊക്കെ ബാലപാഠങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശൈശവാവസ്ഥയിലുള്ള കാര്യങ്ങളാണ്. ഇന്ന് അതിനെക്കാട്ടിലൊക്കെ വലുതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. 2 മാസത്തേക്ക് ഞാനിവിടെ കാണില്ല. പക്ഷെ അതിനുശേഷം ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്ന് മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ആ ക്ലാസ് തുടരാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ പറയുന്ന വരങ്ങളെക്കാട്ടിലെല്ലാം വലുത്. നമ്മൾ അതിന് ഏറ്റവും കുറച്ച് സ്ഥാനമാണ് കൊടുക്കുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവിന് ദാനമുണ്ട് എന്നുള്ളതിന് മനുഷ്യന്മാർ ഏറ്റവും കുറച്ച് സ്ഥാനമാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല. ഈ ആത്മസ്നാനത്തെക്കാട്ടിലും ഈ ആത്മവരങ്ങളെക്കാട്ടിലും എല്ലാം വലിയ അനുഭവമാണ് ദൈനംദിനം നമ്മളെ വഴി നടത്തുന്ന, സകല സത്യത്തിലും നീതിയിലും വചനത്തിലൂടെ നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ അധിവസിക്കുകയാണ്. നമ്മൾ വിശുദ്ധന്മാരാണ്. നമ്മുടെ ശരീരം ആ ആത്മാവിന് യോഗ്യമായി നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആത്മാവിൻ്റെ. നമുക്കതല്ല വേണ്ടത്. നമുക്ക് പലർക്കും വേണ്ടിയത് ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരിക തള്ളൽ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആത്മാ വരം കിട്ടി, അന്യഭാഷ കിട്ടി. അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു വഴിയായിട്ടും കൂടി മനുഷ്യന്മാർ ഉപയോഗിച്ചു പോകുന്നു. വളരെ വളരെ ബലഹീനമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ ആ ക്ലാസ്സിൽ നമുക്ക് നിങ്ങൾ അല്പം പ്രാർത്ഥനയോട് കാത്തിരിക്കണം. ദൈവം എന്നെ അനുവദിക്കുവാണെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കും ആ ക്ലാസ്. നമുക്ക് അതാണ് ഏറ്റവും വലിയ സംഗതി. അല്ലാതെ പ്രവചിക്കുന്നതോ അന്യഭാഷയിൽ പറഞ്ഞതോ എവിടെ രോഗിയെ സൗഖ്യമാക്കുന്നതോ ഇതൊന്നും അല്ല ഏറ്റവും വലുതായി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മുടെ സ്വഭാവം ഓരോ ദിവസവും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ പോലെ ആകുവാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ അന്യഭാഷാ വരം ഇന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. എന്നോടൊരാളൊരു വഴി ചോദിക്കുമ്പോൾ ഞാൻ അയാൾക്കൊരു കടലാസയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. അയാൾ എൻ്റെ ആ വീട്ടിൽ വരുന്നത് വരെയും അയാൾക്ക് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരും. എൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അയാൾക്ക് ഗൂഗിൾ മാപ്പ് എന്നാ കാണിക്കാനാ? അപ്പോൾ ഈ വരങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി അംശമായി ഓരോരുത്തർക്ക്, കൊരിന്ത്യർക്ക്, മറ്റ് സഭകളിലുള്ളവർക്ക്, പല അപ്പോസ്തലന്മാർക്ക്, വചനം എഴുതിയവർക്ക് ഒക്കെ കൊടുത്തു കുറേശ്ശെ. അത് പൂർണ്ണമായി ലഭിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനമെന്ന ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പിന്നെ നമ്മൾ പറയുക നമുക്ക് ഈ ശൈശവാവസ്ഥയിലെ നിക്കറാണ് എനിക്ക് വേണ്ടത്. എനിക്ക് യോഗ്യമായുള്ള ഉടുപ്പ് തന്നു കഴിഞ്ഞു, ഞാൻ ഇപ്പോഴും പഴയ നിക്കറും പൊക്കി നടക്കുകയാണ്. ഇതാണ് വലിയ കാര്യം. ഞാൻ ഇതിട്ടുകൊണ്ട് വേണം നടക്കാൻ. ഇതാണ് അത്ഭുതം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളിലേക്കൊന്നും പോകരുത്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ വസിക്കുമ്പോഴുണ്ടല്ലോ വലിയ വീരവാദങ്ങളെല്ലാം ആൾക്കാർ പറയും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പതറാതെ നിന്നാൽ അതിൻ്റെ പേര് കഠിനഹൃദയം എന്നല്ല, അതിൻ്റെ പേര് ഭാഗ്യകരമായൊരു പ്രത്യാശ നമുക്കുണ്ടെന്നാണ്. അതാണ് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്തു തരുന്നത്. തുള്ളിച്ചാടി അന്യഭാഷയും പറഞ്ഞ് അത്ഭുതം ചെയ്ത് നടക്കുന്നവന് ഒരു പ്രയാസം വരുമ്പോൾ അതേ തുള്ളിച്ചാടലിൽ ചീത്ത പറയും. അതാണോ വലുത്? അതോ നമ്മുടെ ജീവിതത്തെ പിച്ചിക്കീർന്ന പോലുള്ള അനുഭവങ്ങൾ വരും. ആ സമയത്ത് എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. ഇതാരാ പറയുന്നത്? പരിശുദ്ധാത്മാവാണ് പറയുന്നത്. പരിശുദ്ധാത്മാവുള്ള ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അർത്ഥം മനസ്സിലായി ഞാൻ വിചാരിക്കുക.
നമ്മുടെ ഓരോ പ്രവൃത്തി കൊണ്ടുമാണ് മറ്റുള്ളവർ നമ്മളിൽ അധിവസിക്കുന്നത്. പരിശുദ്ധാത്മാവാണോ അതോ ചില വൈകാരിക പ്രകടനങ്ങളോ, കാണാതെ പഠിച്ച് കുറേ കളത്തരങ്ങൾ കാണിക്കുന്നതോ? അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ കഥകൾ അറിയാമല്ലോ, ഞാൻ അതിലേക്കൊന്നും പോയി അതപ്പതിപ്പിക്കുന്നില്ല. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിക്കാത്തവന് പരിശുദ്ധാത്മാവുണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നമ്മളോട് തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചാൽ, അവനൊരാവശ്യം വരുമ്പോൾ ഒരിറ്റ് വെള്ളമോ കഞ്ഞിയോ അവന് കൊടുക്കാൻ സാധിച്ചാൽ, നിങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ആത്മാവ് ദുഃഖിപ്പിക്കാതെ, കെടുത്തു കളയാതെ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എനിക്ക് ദൈവം സമയം തരുവാണെങ്കിൽ ഞാൻ മടങ്ങി വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. എനിക്ക് സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. 1 മിനിറ്റ് കൂടി ഉണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.